വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം. അവർ അവനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകുടിച്ച് നടക്കുന്നു. യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്നു മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. ഔചിത്യബോധത്തിൽ നിഴലിക്കുന്ന വിശുദ്ധിയുടെ പ്രസരണം. നിയമാനുഷ്ഠാനത്തിലോ പാരമ്പര്യത്തിലോ പതിവിലോ എന്നതിനേക്കാൾ ഉപരിയായി ഔചിത്യപൂർണമായ സമീപനത്തിലാണ് വിശുദ്ധിയുടെ നിദാനം അല്ലെങ്കിൽ അടയാളം നമുക്ക് ദർശിക്കാനാകുക എന്നുള്ളതാണ് സുചിന്തിതമായിട്ടുള്ള ഒരു ചിന്ത. നിയമാനുഷ്ഠാനത്തിലും പതിവിലും പാരമ്പര്യത്തിലും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു ഫരീസയർ. അവരിൽ ചിലർ യേശുവിനെ സമീപിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: നിയമം അനുശാസിക്കുന്ന ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? യേശു ഈ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ വളരെ പക്വമായും മനുഷ്യത്വപൂർണമായുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു വിവാഹസദ്യയുടെ പശ്ചാത്തലം അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആ വിവാഹസദ്യയിൽ സംബന്ധിക്കുന്ന ആളുകള് ഉപവസിക്കുക എന്ന് പറയുന്നത് അനൗചിത്യമാണ്. ആ വിവാഹസദ്യയിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള കഥാപാത്രമായ മണവാളനാണ് താൻ എന്ന് പരോക്ഷമായിട്ട് യേശു അവരെ ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്റെ ശിഷ്യന്മാർ സ്വർഗീയമായിട്ടുള്ള രക്ഷാകരമായ ഒരു സദ്യയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഉപവാസത്തിനുള്ള സമയമല്ല. അവർക്ക് ഉപവസിക്കേണ്ട സമയത്ത് ഔചിത്യപൂർണമായിട്ടുള്ള രീതിയിൽ അവർ അത് നടത്തും എന്നാണ് യേശു അവരോട് ഉത്തരമായിട്ട് പറയുന്നത്. യേശു തുടർന്ന് അവരെ വീണ്ടും ധരിപ്പിക്കുകയാണ്. ഔചിത്യമില്ലാത്ത വിവേകശൂന്യമായിട്ടുള്ള വ്യക്തികള് പഴയ വസ്ത്രത്തിൽ പുതിയ തുണികൾ വെച്ച് തുന്നി പിടിപ്പിക്കാറുണ്ട്. ഇത് ആ തുന്നലിന്റെ ലക്ഷ്യത്തിൽ എത്താൻ ഉപകരിക്കില്ല. അങ്ങനെ ചെയ്താൽ ആ പഴയ വസ്ത്രം കീറിപ്പോകാനേ ഇടവരുള്ളൂ. അത് അനൗചിത്യവും അവിവേകവുമാണ്. അതുപോലെ തന്നെ യേശു അവരെ മുമ്പിലേക്ക് മറ്റൊരു ചെറിയ അന്യോപദേശം കൊണ്ടുവരികയാണ്. വീഞ്ഞ് അത് പുതിയതുമുണ്ട് പഴയതുമുണ്ട്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകാതെ വരും. രണ്ടും ഉപയോഗശൂന്യമാകും. പഴയ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് പാഴായി പോകാനാണ് ഇടവരിക. വിവേകമുള്ള വ്യക്തികള് ഔചിത്യപൂർണമായിട്ട് ചെയ്യേണ്ടത് പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടം വേണം. അതുകൊണ്ട് നിയമങ്ങളും അനുഷ്ഠാനങ്ങളും പതിവുകളും ഒക്കെ നല്ലതാണ്. പക്ഷെ ഔചിത്യബോധത്തോടു കൂടിയായിരിക്കണം അതിന്റെ നിർവഹണം. വളരെ മനുഷ്യത്വപൂർണമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ള ഉത്കൃഷ്ടമായിട്ടുള്ളൊരു സമീപന രീതിയാണ് യേശുവിൻ്റേത്. ഈ ഉത്കൃഷ്ടമായിട്ടുള്ള സമീപന രീതി സംശീകരിച്ചെടുക്കേണ്ടവരാണ് തന്റെ അനുയായികൾ എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നിയമത്തിന്റെ പുറകിലെ പതിവിന്റെ പുറകിലെ പാരമ്പര്യത്തിലെ അടിസ്ഥാനത്തിലെ അന്തവും കുന്തവും ഇല്ലാതെ
അനുഷ്ഠിക്കുന്നത് വിശുദ്ധിയുടെ ലക്ഷണമായിട്ട് നിങ്ങൾ കരുതേണ്ടതില്ല. വിശുദ്ധിയായിട്ട് തീരുന്നത് വേണ്ടപ്പോ വേണ്ട വിധത്തില് വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. തോന്നുമ്പോ തോന്നിയ വിധത്തില് തോന്നുന്നത് ചെയ്യുക എന്നതിനേക്കാൾ ഈ ഒരു തത്വം ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കാം.